ക്ഷമിക്കണം. എന്തോ ക്ഷമിക്കാൻ? കല്ലെടുത്തെറിഞ്ഞിട്ട് ക്ഷമിക്കണമെന്നോ? ഞാൻ വിചാരിച്ചു ശശിചേട്ടനാണെന്ന്. ആണെങ്കിൽ എന്താ കല്ലെടുത്തെറിയോ? അറിയാതെ. പെൺകുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കമൊക്കെ വേണം. ഒരബദ്ധം പറ്റിപ്പോയി. പുതിയ തോട്ടക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ സ്വാതന്ത്ര്യം കാണിക്കില്ലായിരുന്നു. ശോഭയോ? എന്താ രാവിലെ തന്നെ? ജാനകിയമ്മയ്ക്ക് നല്ല സുഖമില്ല. ഇന്നും നാളെയും വരില്ല എന്ന് പറഞ്ഞു. ഭഗവാനെ, അപ്പൊ 2 ദിവസത്തേക്ക് ഫുഡ് പ്രോബ്ലം കാണുമല്ലോ. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? അത് ഞാൻ ശശിചേട്ടനാണെന്ന് കരുതി ഈ പുതിയ തോട്ടക്കാരനെ. തോട്ടക്കാരനോ? ഇത് ഓ, തോട്ടം സൂപ്പർവൈസർ. തോട്ടക്കാരൻ വേറെ, തോട്ടം സൂപ്പർവൈസർ വേറെ. ഈ തോട്ടത്തിന്റെ മാത്രമല്ല, മേനോ സാറിന്റെ എല്ലാ തോട്ടത്തിന്റെയും സൂപ്പർവൈസർ പുള്ളിക്കാരനാ. ആള് നമ്മളെ പോലെ നിസ്സാര പുള്ളിയൊന്നുമല്ല. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാ. എന്റെ പേര് രാജു. എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. ഞാൻ പോട്ടെ. ആ, പൊക്കോ പൊക്കോ. ഇന്നിച്ചിരി കുറവുണ്ട്. എന്തായാലും നാളെ രാവിലെ ഞാൻ അങ്ങ് എത്തിയേക്കാം. നല്ല സുഖമുണ്ടെന്ന് തോന്നുമ്പോ മാത്രം വന്നാ മതി. അവിടെ എന്റെ കാര്യമൊക്കെ അവർ ഭംഗിയായി നോക്കുന്നുണ്ട്. ആ, എന്നാ ഇറങ്ങട്ടെ. ശരി കുഞ്ഞ്. അപ്പോഴേ ജാനകിയമ്മ അവിടെ വരില്ല എന്നുള്ള വിവരം അവിടെ ഒന്ന് പറഞ്ഞതാരാ? ആ കൊച്ചിവിടെ അടുത്തുള്ളതാ. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ? ആ കാണുന്ന വഴിയെ വലത്തോട്ട് പോകുമ്പം 2ാമത്തെ വീടാ. എന്താ കുഞ്ഞേ കാര്യം? ഒന്നുമില്ല. അതല്ല, എന്തോ. അത് ഒന്നുമില്ലെന്നേ. രാജു, എന്താ ഇവിടെ? ജാനകിയമ്മയുടെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാന്ന് വെച്ചാ. ജാനകിയമ്മയുടെ വീട്ടിലേക്ക് നേരത്തെ കയറിപ്പോന്നെ ഞാൻ കണ്ടല്ലോ. അത് പിന്നെ വല്ലാത്ത ചൂടല്ലേ? ഏയ്, എനിക്ക് തോന്നുന്നില്ലല്ലോ. എനിക്ക് എസ്റ്റേറ്റിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ പോട്ടെ. അപ്പോഴേ കൃഷ്ണകുട്ടി, ഈ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? അയ്യേ, അത് കുട്ടൻ അറിഞ്ഞൂടെ? ഇല്ല. മോശം മോശം. ജനറൽ നോളജിന്റെ കാര്യത്തിൽ കുട്ടൻ എത്ര മോശമാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഡോണ്ട് വറി, ഞാൻ പറഞ്ഞുതരാം. എന്നാ ഒന്ന് പറഞ്ഞാട്ടെ. അതായത് ഈ പ്രേമം പ്രേമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പ്രേമം പ്രേമം എന്ന് പറഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ചില പ്രേമം പ്രേമം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. ഇതാണോ വലിയ കാര്യമായി പറഞ്ഞുകൊടുക്കുന്നത്? പ്ലീസ് വെയിറ്റ്. പ്രേമത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പ്രേമിക്കുന്ന പെൺകുട്ടിയെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അവളുടെ സാമീപ്യം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം. കേക്കട്ടെ. ഇത്രയൊക്കെ ഉള്ളൂ സംഭവം.